നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ രണ്ടാം വർഷവും 100 മേനി വിജയം നേടി കാളികാവിലെ കർഷക കുടുംബം. ഈ നദിയിലെ ഇളംതുരുത്തി സലീമും ഭാര്യ സാഹിദയും ചേർന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ വീണ്ടും വിജയം കൈവരിച്ചത്. സലീമും ഭാര്യ സാഹിദയും പരീക്ഷണാടിസ്ഥാനത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് ആദ്യം നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വൻ വിജയമായി. തുടർന്ന് രണ്ടാം വർഷവും ഏറ്റവും മുന്തിയ ഇനമായ അമേരിക്കൻ ബ്യൂട്ടി എന്ന ഇനം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുള്ളത്. റബ്ബർ വിലയിടിവും കാർഷിക വിളകളിൽ കാട്ടുപന്നികളുടെ ആക്രമണവും കാരണം മലയോര കർഷകർ കൃഷി തന്നെ പലരും ഉപേക്ഷിച്ചിരുന്നു. മലയോര മേഖലയിൽ പല കർഷകരും പുതിയ കൃഷികളിലേക്ക് മാറിയിരിക്കുകയാണ്. കൃഷി ഉപേക്ഷിച്ച കർഷകർക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ് സലീമും സാഹിദയും. റബ്ബർ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് റബ്ബർ വെട്ടിമാറ്റിയാണ് ഇവർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിറക്കിയത്. കൃത്യമായ അകലത്തിൽ കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി ഓരോ കല്ലിന് ചുവട്ടിലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ 4 തൈകൾ വീതം നട്ടുവളർത്തി വേലിക്കല്ലിൽ പടർത്തി. ചെടിയുടെ സുഗമമായ നിൽപ്പിന് കല്ലിന് മുകളിൽ ബൈക്കിന്റെ പഴയ ടയറുകളും സ്ഥാപിച്ചു. നല്ല ചൂടും വെയിലുമാണ് തൈകൾക്ക് വേണ്ടത്. കൃത്യമായ വളപ്രയോഗവും വേണ്ട. കീടനാശിനിയും ഈ കൃഷിയിൽ പ്രയോഗിക്കേണ്ട. ചെടി നട്ട് 1 വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 1 വർഷത്തിൽ 5 തവണകളായി വിളവെടുക്കും. കിലോയ്ക്ക് 250 മുതൽ 260 രൂപയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് മാർക്കറ്റ് വില. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോ 2ാമത്തെ വർഷമാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഫസ്റ്റിലെ വിളവെടുപ്പുണ്ടായത്. 1 വർഷം കൊണ്ട് കായ്ക്കും. അപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കൃഷിയാണിത്. അപ്പോൾ പെട്ടെന്ന് കായ്ക്കും. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. അത് 1 വർഷം കൊണ്ട് തന്നെ കായ്ഫലം ഉണ്ടാവും. പിന്നെ മാർക്കറ്റിൽ ഉദ്ദേശം 250 രൂപ വിലയുണ്ട്. 250-260 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ കൃഷിക്കാർക്കും നല്ല ഒരു ആദായകരമായിട്ടുള്ള ഒരു കൃഷിയാണ്. അപ്പോൾ എല്ലാവർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. പിന്നെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക പരിചരണങ്ങളോ കീടനാശിനിയോ അതേപോലെ രാസവളമോ ഒന്നും ആവശ്യമില്ല. ജൈവവളം മാത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓർഗാനിക് കൃഷി രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. പിന്നെ ജൈവവളമാണ് നമ്മൾ ഇതിന് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള വളപ്രയോഗം. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ്. അപ്പോൾ വളരെ ആദായകരമായിട്ട് എല്ലാ കൃഷിക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ്. പിന്നെ ഒരു പഴം ആയതുകൊണ്ട് ഇതിന് മറ്റ് വിളകളെക്കാളും കൂടുതൽ വിപണന സാധ്യതകളുണ്ട്. എല്ലാ ഫ്രൂട്ട് കടകളിലും അവൈലബിൾ ആണിത്. അത് പുറത്തുനിന്ന് വരുന്ന അത് പല കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കളും പ്രയോഗിച്ച് പെട്ടെന്ന് പഴുത്ത് പോകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഡയറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. വിപണന സാധ്യത ഇഷ്ടംപോലെ ഉണ്ട്. ഏറ്റവും മുന്തിയ ചുവപ്പ് പഴമാണ് ഇവിടെ കൃഷി ചെയ്തത്. പൂർണ്ണതോതിൽ കായ്ക്കുമ്പോൾ നല്ല വരുമാനം ലഭിക്കും. കള്ളന്മാർ തോട്ടത്തിൽ കയറുന്നത് നിരീക്ഷിക്കാൻ 5 CCTV ക്യാമറകളാണ് തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്നും അകലത്തിലുള്ള കൃഷിയിടം 24 മണിക്കൂറും മൊബൈൽ ഫോണിലും നിരീക്ഷിക്കുന്നുമുണ്ട്. ചെടിയുടെ പരാഗണം വേഗത്തിലും സുഖമായി നടക്കുന്നതിനും തൊട്ടടുത്ത് തേനീച്ച കൃഷിയും നടത്തുന്നുണ്ട്. ഡ്രാഗൺ ചെടിയിൽ നിന്ന് 25 വർഷം വിളവ് ലഭിക്കും. കൃഷിവകുപ്പിൽ നിന്ന് സാമ്പത്തിക സാങ്കേതിക സഹായവും കർഷകന് ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Teddy Baby Diaper and Pants made for Indian baby body type.